ഗുഡ് മോർണിംഗ്. അപ്പം വെൽക്കം ബാക്ക് ടു ഫാമിലി. ഇന്നിപ്പം ഒരു ലോങ് വീഡിയോ ആട്ടോ. ഇത് ആക്ച്വലി ഞാൻ എന്നാ അറിയോ, കഴിഞ്ഞ തിങ്കളാഴ്ച എടുത്തു വെച്ചതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ലോങ് വീഡിയോയിലായിരുന്നു പറഞ്ഞിരുന്നത് എഡിറ്റ് ചെയ്തിടാനുള്ളൊരു സമയവൈക്കം, അങ്ങനെ വൈകിയതാ. അപ്പോൾ ഞാൻ വൈകുന്നേരമായിരുന്നു ഇവിടെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ഒരു ആഴ്ചയൊക്കെ തുടങ്ങുക. പിന്നെ ആണെങ്കിൽ മുടിയൊക്കെ വളരെ കോലക്കേടിലാവില്ലേ, അപ്പോൾ ഒന്ന് ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ഒന്ന് ചെയ്യാന്നുള്ളത്. അപ്പോൾ കുറേ ആയി ഞാൻ മുടിയിൽ ഓയിലിട്ടിട്ട്. എൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ തലയിൽ ഇങ്ങനെ എണ്ണ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേഗം സുഖമില്ലാതെ ആവും, ഭയങ്കര ഒരു മന്തിപ്പൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ തീരെ തലയിൽ എണ്ണ വെക്കൂല. അതിനെക്കൊണ്ട് തന്നെ എനിക്കത് തേക്കാനും ഭയങ്കര മടിയാണ്. ഞാൻ തേക്കിയില്ല, വല്ലപ്പോഴേ തേക്കുള്ളൂ. അപ്പോൾ ഇന്നെന്തോ തലയ്ക്ക് ഭയങ്കര ഒരു ചൂട് പോലെയൊക്കെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒന്ന് എണ്ണ തേച്ച് നോക്കാം. എന്നിട്ട് ഷാമ്പു ഇട്ട് കേക്ക് കിട്ടും, അത് വേറെ കാര്യം. എനിക്ക് പോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ എന്നിട്ട് നല്ലോണം കുറച്ച് നല്ലോണം നല്ല രീതിയിലൊന്ന് മസാജൊക്കെ ചെയ്തിടുമ്പോൾ നല്ല സുഖം, എന്താ പറയുക, നല്ലൊരു ഉന്മേഷം കിട്ടും. പിന്നെ ഞാനിത് ചെയ്യുന്നത് ഭയങ്കര മെല്ലെയാട്ടോ. പിന്നെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ 3x അതുകൊണ്ടാണ് ഭയങ്കര സ്പീഡായിട്ട്. അല്ലാതെ മുടി നമ്മളങ്ങനെ ഹാഷായിട്ട് ട്രീറ്റ് ചെയ്യില്ലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചൊരു ഫേസ് പാക്കും കൂടി ഇടാന്നുള്ളത്. അപ്പം മുഖമൊക്കെ ഒന്ന് കഴുകി എന്നതിന് ശേഷം അതിന് മുന്നേ ഫേഷ്യൽ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, രോമങ്ങൾ. സോ അതും എന്താക്കണം. പക്ഷേ ഇത് കണ്ടോ, ഇത് ഭയങ്കര പൊട്ടയാട്ടോ. ഞാൻ കാർമസീൻ്റെ തന്നെയാണ് യൂസ് ചെയ്യൽ. ഇടയ്ക്ക് ഞാൻ ഫാൻസി പോയപ്പോൾ വില കുറവ് കണ്ടിട്ട് ഞാൻ മറ്റേത് വാങ്ങി. ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്നാലും ഞാൻ വാങ്ങി. അങ്ങനെ വാങ്ങിയ സമയത്ത് അയ്യോ അത് യൂസ് ചെയ്തതിന് എൻ്റെ മുഖത്താണെങ്കിൽ മുറിയും വന്നു, പിന്നെ ആണെങ്കിൽ കുരുവും വന്നു. അപ്പോൾ അങ്ങനത്തെ യൂസ് ചെയ്യേണ്ട. ഒത്തിരി ഒന്ന് വില കൂടിയാലും കാർമസി നല്ലതാണ്, നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതിനെക്കൊണ്ട് എനിക്ക് പേഴ്സണലി എൻ്റെ സ്കിന്നിന് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരലില്ല. അപ്പോൾ ഞാനിക്കൊന്ന് 2 ആഴ്ച മുന്നേ അത് ഷേവ് ചെയ്തതിനെക്കൊണ്ട് നല്ല രോമവും കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയുമല്ലോ, ഈ ഫേസ് ഇങ്ങനെ റേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി വളരും, മീൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാവും എന്നുള്ളത്. അതങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്കിതുവരെ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ കേസിൽ തീരെ ഉണ്ടാവില്ല. പിന്നെ ഇതൊരു ഫേസ് പാക്കാണ്. ഇതിൻ്റെ അത് ഞാൻ മുൾട്ടാണി മിട്ടി ഇല്ലേ, അതും കുറച്ച് കസ്തൂരി മഞ്ഞളും ഇച്ചിരി തേനും പിന്നെ തൈരോ പാലോ ഉണ്ടെന്നല്ല, അത് രണ്ടും ഇല്ലേ, ഇതിനെക്കൊണ്ട് ഞാൻ വെള്ളത്തിലാട്ടോ മിക്സ് ചെയ്ത് അതൊന്ന് തേച്ച് കൊടുക്കുക. അതും എന്താ പറയുക, ഈ ടാനൊക്കെ വന്ന് ഞാൻ കുറേ ആയി, സത്യമായിട്ടും കുറേ ആയി ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഫേസ് പാക്കും ഹെയർ പാക്കും ഒക്കെ ഇട്ടിട്ട് കുറേ ആയി. അപ്പോൾ എന്താ പറയുക, അതിനെക്കൊണ്ട് ഞാനൊന്നും ഇടാമെന്ന് വിചാരിച്ചാൽ മുഖത്തൊക്കെ ടാനുണ്ടായി. പിന്നെ നമ്മൾ ഫേസിലിടുന്നതൊക്കെ കഴുത്തിലിടണം കേട്ടോ. പിന്നെ എൻ്റെ ഡ്രസ്സ് നല്ല ഡ്രസ്സായതിനെക്കൊണ്ട് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ഞാൻ പിന്നെ കുളിക്കുന്നതിൻ്റെ മുന്നേ ഇട്ടുണക്കാമെന്ന് വിചാരിച്ചാൽ. പിന്നെ കണ്ടില്ല റൂമിൻ്റെ പോയി വന്നതിൻ്റെ കോല. പോകാൻ കാലത്തും വേഗം ഇറങ്ങി അങ്ങ് പോയതായാലും വൃത്തിയാക്കി വെക്കാനൊന്നും സമയമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊക്കെ ഞാൻ വിചാരിച്ച് പറയുന്നുണ്ടല്ലേ, അതൊന്ന് ഇഗ്നോർ ചെയ്യണേ, അതൊരു ഫ്ലോയിൽ അങ്ങ് വരുന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒക്കെ വൃത്തിയാക്കിയിടാനും ഫുള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ തോന്നുന്നു വീഡിയോ മാറ്റിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ മാറ്റിയിട്ട് ഇതാക്കി. അപ്പോഴത്തേക്ക് ഇതാ ഫേസൊക്കെ ഉണങ്ങി. ഇനി ഞാൻ മെല്ലെ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വരാം. ഇത് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പിൽ നേരിട്ടാണ് സംസാരിക്കുന്നത്. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ വന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചത്തേക്കുള്ള ഒരു ടൈം ടേബിൾ സെറ്റാക്കി വെക്കണം. അതായത് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. പണ്ടത്തെ ഒരു വീഡിയോ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ NCERT എക്സാം ഉണ്ടാവും, കൂടാതെ PYQ മോഡൽ എക്സാമുകൾ നടത്തും. ഈ വരുന്ന ബുധനാഴ്ച മോഡൽ എക്സാമാണ്, അടുത്ത ബുധനാഴ്ച PYQ. അപ്പോൾ അടുത്ത ബുധനാഴ്ചത്തേക്കുള്ള PYQ ഇപ്പോഴേ നോക്കി തുടങ്ങണം, കാരണം അതിപ്പോൾ കഴിയുമല്ലോ. അത് നോക്കണം. കൂട്ടത്തിൽ നമുക്ക് NCERT ഇനിയിപ്പം 17 ഈ ആഴ്ച നടക്കാൻ പോകുന്ന, അടുത്ത ആഴ്ച 18, അതും കൂടി നോക്കണം. ഒരു 5 ചാപ്റ്ററോളം ഉണ്ട് ജോഗ്രഫിയിലാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാനൊന്ന് എഴുതി വെക്കാൻ വേണ്ടി പോകുന്ന. എന്നാൽ നമുക്കത് ടോപ്പിക് കംപ്ലീറ്റ്. അതേപോലെ ഇംഗ്ലീഷിലാണെങ്കിൽ ആർട്ടിക്കിൾ, അതാണ് ഞങ്ങൾക്കിപ്പോൾ വില്ലേജ് എക്സാം ഉള്ളത്, അതെന്തായാലും പഠിക്കണം. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞതാണ്. ഇനിയിപ്പം പിന്നെ മലയാളമാണെങ്കിൽ ചേർത്ത് പിരിച്ചെഴുതുക. പിന്നെ മാത്സിൽ SIC, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. അതിൻ്റെ ക്ലാസ് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഞാൻ യൂട്യൂബിൽ നമ്മളെ ജെറിൻ അല്ലേ സാറെ പേര്, ട്രിക്ക് ടേൺ ഇല്ലേ, ആ ചാനൽ നോക്കിയിട്ട് ഞാൻ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യാണ്ട്, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ നോട്ട് കംപ്ലീറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യാണ്ട്, അത് നോക്കുക, അതൊക്കെ വേണം. കാരണം എനിക്ക് എപ്പോഴും ഒരു ടഫുള്ള ഒരു ഏരിയ ഈ ഒരു ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു ഇത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്ലാസ് കണ്ടത് വെച്ച് നോക്കുമ്പം നോക്കിക്കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. പക്ഷേ ഞാൻ എപ്പോഴും അത് സ്കിപ്പ് ചെയ്യുന്നൊരു ഏരിയ. അപ്പോൾ അതൊന്ന് നല്ലോണം നോക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം.
കാണുന്നില്ലേ? ഇനിയിപ്പോൾ ഞാൻ എൻ സി ഇ ആർ ടിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ഉള്ളത് പഠിക്കണം. അതായത് ഒരു 5 ചാപ്റ്റർ എങ്ങാണ്ട് അത് പഠിക്കണം. പിന്നെ പി വൈ ക്യു നോക്കാനുണ്ട്. തിങ്ക് 4-മത്തെയാന്ന് തോന്നുന്നു, 4-മത്തേത് നോക്കാനുണ്ട്. പിന്നെ SIയും CIയും നോക്കാനുണ്ട്. പിന്നെ ആർട്ടിക്കിൾസ് നോക്കാനുണ്ട്. അതുപോലെ തന്നെ ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്. ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ ട്രൈപോഡ് എൻ്റെ അടുത്തെത്തി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ട്രൈപോഡ് ഇത് സംഭവം നല്ലതാണ്. എൻ്റെ ഒരു ഫസ്റ്റ് ഈ യൂട്യൂബിലേക്കുള്ളൊരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വാങ്ങിയതാണ്. സംഭവം കൊള്ളാം, നല്ലതാണ്. ഇത് നല്ല എൻ്റെ ഭർത്ത് ഇവിടുന്ന് ഫോൺ കളിക്കുന്നത് അതിൻ്റെ വെച്ചാട്ടോ. ഓക്കെ, ആവട്ടെ. ഇതുണ്ടോ, ഇതിങ്ങനെ ഫുൾ നീളും. അതായത് കണ്ടോ, ഇതും നീളും. ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കല്ലോ അല്ലെ? മൈക്കില്ലാത്തതിനെ കൊണ്ട് അറിയില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം മൈക്ക് വാങ്ങാം. ഞാനിങ്ങനെ ഏട്ടൻ്റെ അടുത്ത് പറയും, പൈസ കിട്ടട്ടെ എന്നിട്ട് തരാമെന്നും പറഞ്ഞു ഒപ്പിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഞാൻ ഈ ഫുൾ ലോങ് ആയിട്ട് ഞാനത് അധികം യൂസ് ചെയ്യല്ല കേട്ടോ. കാരണം ഞാൻ അധികവും എൻ്റെ പൊക്കത്ത് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വെക്കാമല്ലോ. നമുക്ക് എന്താ പറയുക, ഇങ്ങനെ വെക്കാമല്ലോ. ഇങ്ങനെ വെച്ചിട്ട് അധികം വീഡിയോ എടുക്കുക. പിന്നെ ഇത് കണ്ടോ, ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യം കൊണ്ട് വേണം നമുക്ക് ഫോൺ വെക്കാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. കണ്ടോ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോയേനെ വേണമെങ്കിൽ ഇങ്ങനെ ഇതാക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇത് കണ്ടോ, ഇവിടെയുണ്ട് സ്പൂ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയാക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയാക്കാം. ഞാൻ ഇനി ഇതിൻ്റെ മുകളിലൊന്ന് സെറ്റാക്കട്ടെ, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഞാൻ ഇത്ര നേരം എടുത്ത് ഇതുകൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു കുഞ്ഞി സാധനമാണ്, പക്ഷേങ്കിൽ ഇത് നല്ലതാണ്. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് സ്റ്റെബിലിറ്റി കുറവാണ്. നമ്മൾ ഫോൺ വെക്കുന്ന സമയത്ത് ഇത് നോക്കുന്നു, വേറെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് കണ്ടോ, അവിടെ ഒരു ലൈറ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയെന്ന് ലൈറ്റില്ല, കത്തുന്നില്ല, എന്താണോ ആവോ. പിന്നെ ഇത് ഇത്ര നീളവും കണ്ടോ, ഇത്ര നീളമുണ്ട്. പിന്നെ ഇതിനുള്ള വേറൊരു എന്താ വെച്ചാൽ നമുക്ക് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിലുള്ള വേറൊരു കാര്യം തന്നെ കണ്ടോ, ഇതിനൊരു ഈ എന്താ പറയുക, ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലേ, അങ്ങനത്തേതും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 300 രൂപ ചുടൽ നല്ലൊരു ട്രൈപോഡാണ്. നമുക്കിങ്ങനെ എവിടെയും കൊണ്ടു നടക്കാനൊക്കെ പറ്റിയതാണ്. അപ്പം അങ്ങനെ പിന്നെ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ജസ്റ്റ് ഒരു നൈറ്റ് റൊട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേങ്കിൽ ഇന്ന് എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഷോർട്സിലാണെങ്കിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എടുക്കാനുള്ളതൊക്കെ എൻ്റെ അടുത്ത് വിട്ടുപോയി. കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇടാൻ വേണ്ടി, പക്ഷേങ്കിൽ എടുക്കാൻ വേണ്ടി, പക്ഷെ എന്താ എടുക്കാൻ വിട്ടു എന്നുള്ളത് എനിക്കറിയില്ല, അങ്ങനെ മറന്നുപോയി. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്നുള്ളത്. പിന്നെ വേറെ ലോങ് വീഡിയോ വരാണ്ട് കേട്ടോ, അത് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച എടുത്തതാണ്. പക്ഷെ ഇതുവരെ പിന്നെ എൻ്റെ ഭർത്തു അപ്പോൾ ഉണ്ടെന്ന് എവിടെയാണ് നിൽക്കുന്നത് അതാട്ടോ. നാളെ ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ട്, സോ അതുകൊണ്ട് ഇവിടെ വന്നതാ. ഓക്കെ, എനിവേ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശനിയാഴ്ച ഒരു വ്ളോഗും എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ എഡിറ്റ് ചെയ്തിടാനുള്ളൊരു സമയം കിട്ടില്ല. മിക്കവാറും ഇത് കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ അതും ഒന്ന് കണ്ടുനോക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചിക്കൻ ഫ്രൈ ആരെങ്കിലും നോക്കിയായിരുന്നോ? നോക്കിയിട്ടില്ല, വളരെ വ്യൂസ് കുറവ്. എന്നാലും ഇത് കാണുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് എന്നിട്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത അഭിപ്രായം പറയണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഇനിയും കാണാതിരിക്കും. ടാറ്റാ, ബൈ, സീ യു.